നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്ന വിഷയം നമുക്കറിയാം. മുഹറം മാസത്തിന്റെ വളരെയധികം പവിത്രമായ പുണ്യമായ സുദിനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ പുണ്യമായ സുദിനത്തെ കുറിച്ച് നമ്മൾ അറിയുക എന്നത്, മനസ്സിലാക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയാന്തരത്തിൽ അതിനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാകാൻ വളരെയധികം പ്രാധാന്യം ചെലുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജീവിതത്തിന്റെ മേഖലകളിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇതുപോലെയുള്ള പുണ്യമായ സുദിനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയിലേക്ക്, ഓരോ വിശ്വാസിയിലേക്കും ഇറക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാനും അതിലൂടെ പഠിക്കാനും നമുക്ക് അവസരങ്ങളുണ്ട്. അതിൽ നമ്മൾ അത് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക് ചില മാസങ്ങളെക്കാൾ, അതേപോലെ തന്നെ ചില സമയങ്ങൾക്ക് ചില സമയങ്ങളെക്കാൾ, ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതുമായി ബന്ധപ്പെടുത്തി പലതിന്റെ അപ്പുറമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മഹത്വങ്ങൾ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ചിലതിനേക്കാൾ മഹത്വം മനുഷ്യർക്ക് തന്നെ ഉണ്ടല്ലോ. ചില മനുഷ്യരെക്കാൾ മഹത്വമുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ, മാസങ്ങളും ദിവസങ്ങളും സമയങ്ങൾക്കും രാവുകൾക്കും പകലുകൾക്കും ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് മുമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതാ എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ അങ്ങനെയുള്ള പവിത്രമാക്കപ്പെട്ട ഒരു പുണ്യമായ സുദിനത്തിലാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നത്, നമ്മൾ നിലനിൽക്കുന്നതോ. അതാ എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അഫ്ളലുസ് സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറമ. പരിശുദ്ധമായ മുഹറം മാസമുണ്ടല്ലോ, അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ എന്ന് പറഞ്ഞാൽ ആ പുണ്യമായ റമളാനിനേക്കാൾ അല്ലാഹുവേ നമ്മുടെ നോമ്പെടുക്കാൻ മഹത്വമുള്ള മറ്റൊരു മാസമില്ലല്ലോ. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ നോമ്പിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസ സമൂഹത്തിന് സമ്മാനിച്ച മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത്. ഈ പരിശുദ്ധമായ മുഹറം മാസമുണ്ടല്ലോ, അല്ലാഹുവേ, പടച്ച റബ്ബേ, വലിയ മഹത്വമാണ് ഉമ്മ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തിക്കൊണ്ട് പറയപ്പെട്ട പവിത്രമായ മാസമാണ് ശഹ്റുല്ലാഹിൽ മുഹറം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തിയ മാസമാണല്ലോ. ഓരോ വിഷയത്തെയും അത് അല്ലാഹുവിലേക്ക് ചേർത്തപ്പെടുമ്പോ അതിന് വലിയ മഹത്വമുണ്ടല്ലോ, അതുകൊണ്ടാണ് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കലാമുല്ലാഹ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആനാണ്. അത് അല്ലാഹുവിന്റെ കലാമാണെന്ന് പറയുമ്പോൾ ആ വിശുദ്ധമായ ഖുർആനിന് എത്രത്തോളം മഹത്വമുണ്ട്, എത്രത്തോളം പവിത്രതയുണ്ട്. ബൈത്തുല്ലാഹ്, കഅബയെ കുറിച്ച് പറഞ്ഞത് അല്ലാഹുവിന്റെ ഭവനമാണെന്ന്. അതുകൊണ്ട് ആ പുണ്യമായ ഭവനത്തിന്, ആ കഅബയെ എത്രത്തോളം പവിത്രതകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ. അതേപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലോ അവിടുത്തെ ജനതയ്ക്ക് മുഅ്ജിസത്തായിട്ട് കാണിച്ചു കൊടുത്ത ആ പവിത്രമായ ഒട്ടകത്തെ കുറിച്ച് അവിടുന്ന് പറയുന്നത് നാഖത്തുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ പെണ്ണൊട്ടകമാണെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ പടച്ച റബ്ബേ, അതിനൊക്കെ വലിയ മഹത്വങ്ങൾ ഉള്ളത് കൊണ്ടാ, അതിനൊക്കെ വലിയ മഹത്വങ്ങൾ കൽപ്പിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിൻ്റെത് എന്ന് പറയുമ്പോൾ അതിനെല്ലാം വലിയ മഹത്വമുണ്ടല്ലോ. അതേപോലെ തന്നെ ഖലീലുല്ലാഹ്
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൂചിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഖലീൽ എന്നാണ്, അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആള് എന്നാണ്. അതേപോലെ തന്നെ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് ഹബീബുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഹബീബാണല്ലോ, ഇത് അല്ലാഹുവിന്റെ ഹബീബാണല്ലോ എന്നവിടെ നിന്ന് പ്രിയമുള്ളവരെ അവിടെ നിന്നും പറയുമ്പോ ഇതിനെല്ലാം അല്ലാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് നമ്മൾ പറയുമ്പോൾ, അല്ലാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് ഇതെല്ലാം നമ്മൾ പറയുമ്പോ, ഇതെല്ലാം അല്ലാഹുവിന്റേതാണെന്ന് നമ്മൾ പറയുമ്പോ വലിയ മഹത്വമുണ്ടല്ലോ. എന്നതുപോലെ തന്നെയാണ് പരിശുദ്ധമായ മുഹറം മാസത്തെ പറയുന്നത്. ശഹ്റുല്ലാഹിൽ മുഹറം, ഇത് അല്ലാഹുവിന്റെ മാസമായ മുഹറമാണ്, ഇത് അല്ലാഹുവിന്റെ മാസമായ മുഹറമാണ് എന്നവിടെ നിന്ന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാസമായ പരിശുദ്ധമായ മുഹറം മാസത്തെ ആദരിക്കലും ബഹുമാനിക്കലും അതിനെ സ്നേഹിക്കലും അതിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യലോ എന്റെ പ്രിയമുള്ളവരെ, ഈ വിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും കടമയാണോ, എന്റെയും നിങ്ങളുടെയും കടമയാണല്ലോ. ഈ പുണ്യമായ മാസമങ്ങാറ് കടന്നു വന്നാൽ ഉമ്മ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളുണ്ടല്ലോ, പടച്ച റബ്ബേ ഒരു വിവരവുമില്ലാത്ത ആളുകളോ, ഡാർക്കേജ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന ജനതയാണോ. പടച്ച റബ്ബേ കള്ളുകുപ്പിയിൽ കിടക്കുന്ന മദ്യക്കുപ്പിയിൽ കിടക്കുന്ന വണ്ടിനെ തന്റെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പറയുമായിരുന്നുവത്രേ, വണ്ടേ നീ എത്ര വലിയ ഭാഗ്യവാനാണ് വണ്ടേ, ഈ ദുനിയാവ് നിനക്ക് മദ്യപിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളൊക്കെ അത് ഒരുപാട് ആഗ്രഹിച്ചു പോയവരാണോ, ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണല്ലോ, നിനക്കതിന് സാധിച്ചുവല്ലോ എന്നവിടുന്ന് ജാഹിലിയ കാലഘട്ടത്തിലെ ജനത പടച്ച റബ്ബേ കയ്യിൽ കരിമ്പണ്ടിനെ കയ്യിലെടുത്തിട്ട് മദ്യക്കുപ്പിയിൽ കിടക്കുന്ന വണ്ടിനെ കയ്യിലെടുത്തിട്ട് അവിടുന്ന് പറയുമായിരുന്നെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണോ. അല്ലാഹുവേ പടച്ച റബ്ബേ മരണപ്പെട്ട് കഴിഞ്ഞ എന്നെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ച ആ ഖബറുണ്ടല്ലോ, അതിന്റെ മുകളില് നിങ്ങൾ മുന്തിരിവള്ളി നടണേ, അതിലൂടെ എന്റെ ഖബറിലേക്ക് മദ്യത്തിന്റെ രുചി ഞാൻ അറിയട്ടെയോ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നല്ലോ. ഇതല്ലേ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. കള്ളില്ലാതെ പെണ്ണില്ലാതെ വ്യഭിചരിക്കാതെ ഒരു ദിവസം പോലും സമയം പോലും നിൽക്കാൻ കഴിയാത്ത ജനതയായിരുന്നല്ലോ. ഇത്രത്തോളം പടച്ച റബ്ബേ അത് പതിച്ചു പോയ ജനതയായി മാറിയിട്ടോ, ആ ജനതയിൽ പോലും എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മുഹറം മാസം കടന്നു വന്നാൽ യുദ്ധക്കൊതിയന്മാരായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകള് പടച്ച റബ്ബേ അവര് യുദ്ധത്തിന് വേണ്ടി തയ്യാറാകാറില്ല. അത് പവിത്രമായ മുഹറം മാസത്തെ ബഹുമാനിച്ചുകൊണ്ടാണ്, പവിത്രമായ മുഹറമിനെ അത് ഒരുക്കിക്കൊണ്ടാണ് ആ മുഹറത്തെ ബഹുമാനിച്ചതാ. തന്റെ പിതാവിനെ കൊന്ന ഘാതകനെ കണ്ടാൽ പോലും പകരം ചോദിക്കാൻ കഴിയാത്ത പടച്ച റബ്ബേ അത്രത്തോളം തഖ്വയും അത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിരുന്ന, അത്രത്തോളം ബഹുമാനം കൊടുത്തിരുന്ന മാസമായിരുന്നു പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുണ്യമായ മാസം നമ്മളിലേക്ക് കടന്നു വന്നു. ഇതാ കയ്യെത്തും ദൂരത്ത് പവിത്രമായ താസുആഇന്റെയും ആശുറാഇന്റെയും ദിവസം വന്നു നിൽക്കുകയാ. ആ പുണ്യമായ ദിനത്തിൽ നമ്മൾ നോമ്പെടുക്കണം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഈ മുഹറം എന്ന് പറയുന്നത്, ഈ പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത് വളരെയധികം പവിത്രമാണ്. ഇത് അല്ലാഹുവിന്റെ മാസം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹുവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ പരിശുദ്ധമായ മാസമാണ് പരിശുദ്ധമായ മുഹറം എന്ന് പറയുന്നത്.
അള്ളാഹുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത്. മനസ്സിലായില്ലേ അല്ലേ? അല്ലാഹ് കലാമുള്ള വിശുദ്ധ ഖുർആനിനെ പറഞ്ഞു അല്ലേ? ബൈത്തുള്ള, നാഖത്തുള്ള, ഖലീലുള്ള, ഹബീബുള്ള ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ബഹുമാനുണ്ട്. പഠിച്ചവനെ ഇത് അള്ളാഹുവിലേക്ക് ചേർത്തിയാണല്ലോ പറയുന്നത് അല്ലെ? അള്ളാഹുമായിട്ട് ടച്ചപ്പ് ഒരു ബന്ധം അവിടെ ഉണ്ടല്ലോ എന്നതിൽ നമുക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം ഉണ്ട്. എന്ന പോലെ ഈ പുണ്യമായ മാസത്തെ അത് അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പുണ്യ ദിനത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം, നന്മകൾ പറയണം, നന്മകൾ കേൾക്കണം. അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, 3 പത്തുകളെ കുറിച്ചിട്ട് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. ഓരോ മാസത്തിലും 3 പത്തുകളുണ്ട് സഹാബ. ആ പത്തുകളെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്റെ സമൂഹത്തിന് വേണ്ടി നൽകപ്പെടുന്ന, ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന, ഒരുപാട് അനുഗ്രഹങ്ങൾ ഇറക്കുന്ന പവിത്രമായ മാസമാണ് പത്തുകളാണത്, പവിത്രമായ പത്തുകളാണത് എന്നവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഒന്നാമതായിട്ട് അവിടുന്ന് പറയുകയാ, റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളുണ്ടല്ലോ, ആ റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളുണ്ടല്ലോ, ആ ദിനങ്ങൾ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് സഹാബ. അവിടുന്ന് വല്ലാതെ ആദരിച്ചിട്ടുണ്ടല്ലോ. ആ 10 ദിനങ്ങൾ ആദരിച്ചുകൊണ്ട് തന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ടോ ഈ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടോ പടച്ചുറപ്പെ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ സമ്മാനിച്ചതാ. അല്ലാഹുവേ, അടുത്തതായിട്ട് പറയുന്നത് എന്തെന്നറിയോ? ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളുണ്ടല്ലോ, ആ പുണ്യമായ 10 ദിനവും അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹ് വല്ലാതെ ആദരിച്ചു കൊണ്ട് തന്ന 10 ദിനങ്ങളാണ്. അതേപോലെ തന്നെ പരിശുദ്ധമായ മുഹറം ഉണ്ടല്ലോ, നമ്മുടെ ഈ നിലകൊള്ളുന്ന പവിത്രമായ മുഹറം മാസമുണ്ടല്ലോ, ഇതിന് ആദ്യത്തെ 10 ദിനങ്ങൾക്ക് അല്ലാഹു തആല വളരെയധികം മഹത്വം കൊടുത്തിരിക്കുകയാ, വല്ലാത്ത മഹത്വം കൊടുത്തിരിക്കുകയാ. പടച്ചുറപ്പേ, ഈ പുണ്യമായ 3 പത്തുകള് അല്ലാഹ് വല്ലാതെ ആദരിച്ചിട്ടുണ്ട്. ഈ 10 ദിനങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്തുണ്ടല്ലോ. റമദാനിൽ ഏതായാലും നമുക്ക് ഫർളാണല്ലോ. ബാക്കിയുള്ള പരിശുദ്ധമായ 10 ദിനങ്ങളിലോ അല്ലാഹുവേ സുന്നത്ത് നോമ്പെടുക്കല് നമുക്ക് ഏറ്റവും കൂടുതൽ സുന്നത്തുള്ള കാര്യമാണ്, വളരെ പ്രതിഫലമുള്ള കാര്യമാണല്ലോ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ അല്ലേ? പരിശുദ്ധമായ മുഹറം മാസം കടന്നു വന്ന പഴയ ആളുകളൊന്നും 1 മുതൽ 10 വരെ ഒന്നും തന്നെ അവർ ഒരു പരിപാടി വെക്കാറില്ല. എന്തുകൊണ്ടാണത്? അതിൽ നഹ്സുകൾ ഉള്ളത് കൊണ്ടല്ല. കല്യാണം വെക്കൂല, സൽക്കാരങ്ങൾ വെക്കൂല, പള്ള കൊണ്ട് വെക്കൂല, വീട് സൽക്കാരങ്ങൾ വെക്കൂല. ഇതൊക്കെ വെക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? ആ പുണ്യമായ ദിനത്തിൽ പഴയകാല ആളുകൾ, നമ്മുടെയൊക്കെ തലമുറകൾ, അവരൊക്കെ പരിശുദ്ധമായ റമദാനിൽ അവർ നോമ്പെടുക്കുന്നത് പോലെ പരിശുദ്ധമായ മുഹറം മാസം കടന്നു വന്നാലും അവർ നോമ്പെടുക്കുമായിരുന്നു. മനസ്സിലായോ? അവർ നോമ്പെടുക്കുമായിരുന്നു. ആ നോമ്പെടുക്കുന്നത് കാരണത്താൽ അവരതിലൊന്നും ഒരു പ്രോഗ്രാമുകളും അവർ കണ്ടെത്താറില്ല, അതിന് സമയം അവർ വെക്കാറില്ല. അത് നഹ്സുള്ളത് കൊണ്ടല്ല, അത് അവർക്ക് മറ്റുള്ള ആളുകൾക്ക് നോമ്പുണ്ട്, കാരണവന്മാർക്ക് നോമ്പുണ്ട്, നാട്ടിലെ മഹത്തുക്കൾക്ക് നോമ്പുണ്ട്. അതുകൊണ്ടാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നന്മ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ളവർ, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമായ സമയം എന്ന് പറയുന്നത് മുഹറം 10-ന്റെ അന്നാണ്, ആശുറാ ദിനമാണ്. മനസ്സിലായോ? ആശുറാഇന്റെ ദിനത്തിനാണ്. ഓരോ മാസത്തിലും ഒരു പവിത്രത ഉണ്ടാവും. റബീഉൽ അവ്വലിന്റെ പവിത്രത എന്താണ്? ആ പുണ്യമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ഏറ്റവും വലിയ പവിത്രത അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് ജനിച്ചു എന്നതാണ്. പരിശുദ്ധ റമദാൻ അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഉണ്ട് എന്നതിലാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ മാസങ്ങൾക്കും അതിൽ പവിത്രതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടാകും.
സമയങ്ങൾക്ക്, ദിവസങ്ങൾക്ക് ഇങ്ങനെ. എന്നാൽ പവിത്രമായ മുഹറം മാസത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് തന്നെ മുഹറം 10. എന്റെ പ്രിയമുള്ളവരെ, അതിന് 2 കാരണങ്ങൾ മഹത്തുക്കൾ പറയുന്നുണ്ട്. 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്തെന്നറിയോ? പരിശുദ്ധമായ മുഹറം 10 തന്നെ ആ 10 ആയത് കൊണ്ടാണ് അതിന് ആശുറാ എന്ന് പേര് വെക്കാനുള്ള കാരണമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. രണ്ടാമതായിട്ട് അവിടുന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 കാര്യങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ടല്ലോ. വലിയ അനുഗ്രഹങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ നമ്മോട് പറയുന്നത് എന്നും മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ 10 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് പരിശുദ്ധമായ റജബ് മാസമാണ്. രണ്ടാമത്തത് പവിത്രമായ ശഅബാൻ മാസമാണ്. മൂന്നാമത്തത് പവിത്രമായ റമളാൻ മാസമാണ്. നാലാമത്തത് ലൈലത്തുൽ ഖദർ. ആ പവിത്രമായ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരൊറ്റ രാത്രിയാണ്. അഞ്ചാമത്തത് ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ ദിനമാണല്ലോ. ആറാമത്തത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാ. ഏഴാമത്തെ കാര്യം എന്താണെന്നറിയോ? പടച്ചറബ്ബേ അറഫ ദിനമാണ്. ആ അറഫയിലെ പകലിന്റെ ദിനമാണ്. ആ പവിത്രമായ സമയമാണ്. അതേപോലെ തന്നെ 8ാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ ദിവസമാണ്. 9ാമതായിട്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് യൗമുൽ ജുമുഅ, പവിത്രമായ വെള്ളിയാഴ്ച ദിനമാണല്ലോ. പവിത്രമായ വെള്ളിയാഴ്ച ദിനമാണല്ലോ. ഇതിന്റെ പകലിനും രാവിനും എല്ലാം മഹത്വമുണ്ട്. അതേപോലെ അതാ 10ാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ്. പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആ 10ാമത്തെ ദിനമാണ്. അങ്ങനെ അവിടെ ആ 10 ദിനങ്ങളിൽ പരിശുദ്ധമായ 10 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ട് അതിൽ 10ാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് പരിശുദ്ധ മുഹറമിനെയാണ്. അതുകൊണ്ടാണ് ഇതിന് പരിശുദ്ധമായ ആശുറാ ദിനം എന്ന പേര് ലഭിച്ചത് എന്നും എന്റെ പ്രിയമുള്ളവരെ മഹത്തുക്കൾ അവിടെ നിന്ന് പറയുന്നു. മഹത്തുക്കൾ അവിടെ നിന്ന് പറയാ അല്ലെ, ഈ പരിശുദ്ധമായ പുണ്യമായ ദിനം അല്ലാഹുവിന്റെ മഹത്തുക്കളായ അമ്പിയാക്കളെ, അല്ലാഹുവിന്റെ മഹത്തുക്കളായ അമ്പിയാക്കളെ അവിടെ നിന്ന് ആദരിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്തിയ ഒരു മാസം കൂടെയാണ്, ഒരു ദിവസം കൂടെയാണ് പരിശുദ്ധമായ ആശുറാഇന്റെ ദിവസം എന്ന് പറയുന്നത്. എന്തായിരുന്നത് അല്ലെ? ഒരുപാട് പ്രവാചകന്മാർ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് കരകയറിയ, ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അവരുടെ ജീവിതത്തിലെ ചരിത്രങ്ങൾ, ഓരോ പ്രവാചകന്റെ ജീവിതത്തിലെയും ഏറ്റവും വലിയ അത്ഭുതങ്ങൾ, ചരിത്ര പ്രസിദ്ധമായ അത്ഭുതങ്ങൾ സംഭവിച്ചത് പരിശുദ്ധമായ മുഹറം 10ന്റെ അന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചറബ്ബേ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചറബ്ബേ, ഇവിടെ നിന്ന് കരകയറ്റണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന പവിത്രമായ പരിശുദ്ധമായ വചനമുണ്ടല്ലോ. അല്ലാഹുവിനോട് കാവലിനെ തേടിക്കൊണ്ട്, അല്ലാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുവിട്ട പവിത്രമായ മാസമാണല്ലോ, പവിത്രമായ ദിനമാണല്ലോ. ആ പരിശുദ്ധമായ പ്രാർത്ഥന, അവിടുത്തെ ആ തേട്ടം അല്ലാഹു കേൾക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതാ പടച്ചറബ്ബേ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഭീമാകാരമായ മത്സ്യം കൊണ്ടുപോയിട്ടോ പടച്ചറബ്ബേ കരയിലേക്ക് തള്ളുകയാ.
അല്ലാഹുവേ ഏറ്റവും കൂടുതൽ ആ വിഷമത്തിൽ നിന്ന് അവിടെ നിന്ന് കരകയറിയത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നവിടുന്ന് പവിത്രമായ പരിശുദ്ധമായ ഈ വചനം അവിടുന്ന് ഉരുവിട്ടത് കൊണ്ടാണല്ലോ ഇത് നടന്നത് പരിശുദ്ധമായ മുഹറം 10. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെയും നിങ്ങളുടെയും വല്ലുപ്പമാരും വല്ലുമയുമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹാ എന്റെ പ്രിയമുള്ളവരെ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ സുഖസുന്ദരമായി ജീവിപ്പിക്കുകയായിരുന്നല്ലോ. പടച്ചറബ്ബേ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് രണ്ടുപേരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്നും പുറത്തിറക്കുകയാണല്ലോ. പടച്ചറബ്ബേ രണ്ടുപേരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു വന്നു ഈ ദുനിയാവിൽ ജീവിതം തുടങ്ങുകയാണ്. എന്നിട്ടോ അല്ലാഹുവിനോട് ലോകത്തു നിന്ന് വിട പറയുന്നത് വരെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് പ്രാർത്ഥന നടത്തുകയാണ്. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. പടച്ചറബ്ബേ ഞങ്ങളുടെ ശരീരം കൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. നീ കരുണയുള്ളവനല്ല അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് എന്ന് സൂചിപ്പിക്കുന്ന പരിശുദ്ധമായ വചനം അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് പടച്ചറബ്ബേ ദുനിയാവിൽ വെച്ചിട്ട് അല്ലാഹുവിനോട് ഒരുപാട് പൊറുക്കലിനെ തേടുകയാണല്ലോ. എല്ലാ വിഷമങ്ങളെയും എടുത്തുകൊണ്ട് പറയുകയാണല്ലോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തേട്ടം സ്വീകരിച്ചത് അത് പരിശുദ്ധമായ മുഹറം 10 ജീവിതത്തിൽ ചെയ്ത അപരാധം പുറത്തു കൊടുത്തത് അത് പരിശുദ്ധമായ മുഹറം 10 പടച്ചറബ്ബേ ഇരുട്ടിന്റെ ഉള്ളറയിൽ കിടന്ന് ജീവിതത്തിൽ പ്രയാസപ്പെട്ട് കിടന്ന് പടച്ചറബ്ബേ മത്സ്യ വയറ്റിൽ കിടന്ന് കടലിന്റെ ഉള്ളിലും മത്സ്യത്തിന്റെ കടലിന്റെ ഇരുട്ടിന്റെ ഉള്ളിലും അതേപോലെ തന്നെ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ടിന്റെ ഉള്ളിലും പെട്ടിട്ടോ പടച്ചറബ്ബേ പേടിച്ചിട്ടോ അല്ലാഹനെ സ്തുതിച്ചുകൊണ്ട് അല്ലാഹനെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ ആ കരച്ചില് കേട്ടതും പരിശുദ്ധമായ മുഹറം 10. അതുകൊണ്ട് പരിശുദ്ധമായ മുഹറം 10 എന്ന് പറഞ്ഞു നമ്മുടെ തേട്ടം കേൾക്കുന്ന രാത്രിയാണ്, നമ്മുടെ തേട്ടം കേൾക്കുന്ന പകലുകളാണ്. മുഹറം 10 എന്ന് പറഞ്ഞ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയത് ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയത് ഈ ദുനിയാവിൽ പറഞ്ഞതും കേട്ടതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ, സകലമാന പാപക്കറകളുണ്ടല്ലോ. ഇതെല്ലാം അല്ലാഹ് പുറത്തു തരുമെന്ന് ഈ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. അല്ലാഹ് പുറത്തു തരാൻ കാത്തിരിക്കുകയാണെന്ന് അതവിടെ നിന്ന് നമ്മെ ചരിത്രം പഠിപ്പിക്കുകയാ. രണ്ട് പ്രവാചകന്മാരുടെ ജീവിതത്തിലോ ഒരു പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടു, പാപങ്ങൾ പുറത്തു. ഒരു പ്രവാചകന്റെ പ്രയാസം അല്ലാഹു മാറ്റിക്കൊടുത്തു. അതുകൊണ്ട് ദുനിയാവിന്റെ തുരിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ ഉസ്താദേ കടങ്ങളുണ്ടെന്ന് ദുആ ചെയ്യണേ ഉസ്താദ് എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. ദുനിയാവിന്റെ മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോ അസുഖങ്ങളാണെന്ന് പറയുന്ന എത്രയോ ഉമ്മമാരുണ്ടല്ലോ. മക്കളെ കെട്ടിക്കാനുണ്ടെന്ന് പറയുന്ന എത്രയോ ബാപ്പമാരുണ്ടല്ലോ. പടച്ചറബ്ബേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. വീടില്ല ഉസ്താദ്, വീടില്ല ഉസ്താദ്. ഒരുപാട് പ്രയാസത്തിലാണ് ഞങ്ങൾ കഴിയുന്നത്. വാടക വീട്ടിലാണ് ഉസ്താദ് എന്ന് പ്രയാസം പറയുന്ന എത്രയോ ആളുകളുണ്ട്. ക്യാൻസർ പോലെ ട്യൂമർ പോലെയുള്ള പ്രയാസങ്ങളെ കൊണ്ട് പൊറുതുമുട്ടിയിട്ട് പടച്ചറബ്ബേ
അല്ലാഹുവേ വീടിന്റെ അകത്തളത്തിലോ ഡയാലിസിസ് ചെയ്യുന്ന കീമോ ചെയ്തിട്ട് കിടക്കുന്ന എത്രയോ ആളുകളാണ് പടച്ച തമ്പുരാനെ നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങളൊന്ന് കേൾക്കണം ഉമ്മ, ഇത് നിങ്ങളൊന്ന് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കണേ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഓരോ സമയങ്ങളുണ്ടോ, ഓരോ സമയങ്ങൾ അല്ലാഹു നമുക്ക് കാവല് നൽകുന്നുണ്ട്. ആ സമയത്തിൽ പടച്ച തമ്പുരാനോട് ദുആ ചെയ്താൽ, അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞിട്ട് അവിടുന്ന് പ്രാർത്ഥന നടത്തിയോ അല്ലാഹു നമ്മളെ കൈവിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു തആല നമ്മെ കൈവിടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ലാഹു നമ്മെ കൈവിടില്ലല്ലോ. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലെ 10ാമത്തെ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ പുണ്യദിനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നത്? ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്റെ പ്രിയമുള്ളവർ, അതുപോലെ നമ്മൾ ചെയ്യണം. അതുപോലെ അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ പരിശുദ്ധമായ മുഹറം മാസം, ഈ പരിശുദ്ധമായ മുഹറം 10 നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധമായ മുഹറം മാസത്തിൽ നമുക്കൊക്കെ പ്രയാസങ്ങളാണ്, വേദനകളാണ് അല്ലെ. മുഹറം 10 നമ്മൾ വേണ്ടതുപോലെ നമ്മൾ ഉപയോഗിക്കാം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. സൂറത്തു തൗബയിൽ നമുക്കൊരു ആയത്ത് കാണാം. പരിശുദ്ധമായ സൂറത്തു തൗബയിൽ നമുക്കൊരു ആയത്ത് കാണാം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫയതവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് ഒരാൾ പാരായണം ചെയ്താൽ അവന് ഈ സൂറത്തില് ഈ പുണ്യമായ ആയത്തിന് 1000 തവണ പരിശുദ്ധമായ മുഹറം 10 എന്റെ പ്രിയമുള്ളവരെ അവനങ്ങ് പാരായണം ചെയ്താൽ 1000 തവണ അവന് പാരായണം ചെയ്താൽ ചീത്ത മരണങ്ങളിൽ നിന്ന്, ചീത്ത മരണത്തിൽ നിന്ന് അല്ലാഹു അവനെ കാത്തുരക്ഷിക്കുമല്ലോ. മാത്രമല്ല മറ്റുള്ളവരുടെ കണ്ണേറുകളോ, മറ്റുള്ളവരിൽ നിന്നുള്ള വിപത്തുകളോ ഇതൊന്നും അവനെ ഒരിക്കലും പിടിപെടില്ല എന്ന്, ഒരിക്കലും അവനെ പിടിപെടില്ല എന്ന് അല്ലാഹുവേ അവിടുന്ന് മഹത്തുക്കൾ പറയുകയാ. അല്ലാഹുവിന്റെ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും തന്നെ മോശമായ കൂട്ടുകെട്ടുകളിലേക്ക്, മോശമായ ചിന്തകളിലേക്ക് നമ്മുടെ ജീവിതത്തെ അല്ലാഹു കടത്തിവിടില്ലല്ലോ. അതാ പരിശുദ്ധമായ മുഹറം 10 കുറിച്ചിട്ട് ഒരിക്കലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അതാ ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ മുഹറം 10 ഞങ്ങളിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ മുഹറം 10 കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരുമോ നബിയെ? ആ പുണ്യമായ ദിവസത്തിലെ നോമ്പിനെ കുറിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമോ നബിയെ എന്നവിടുന്നതാ പടച്ചുറബേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു. നിന്റെ മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപമുണ്ടല്ലോ, നിന്റെ കണ്ണുകൊണ്ട് കണ്ടതോ, നിന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചതോ, നിന്റെ ജീവിതത്തിൽ പടച്ചുറബേ ഏതൊക്കെ രൂപത്തിൽ നിന്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ആ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയാണ്. അല്ലാഹു പുറത്തു തരികയാണെന്ന് അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ എന്റെ പ്രിയമുള്ളവരെ മദീനയിലേക്ക് കടന്നു വന്നപ്പോ
അവിടുത്തെ ജൂത വിഭാഗം ആളുകളുണ്ടല്ലോ, അവരൊക്കെ പരിശുദ്ധമായ മുഹറം 10 അന്ന് നോമ്പെടുക്കുകയാണ്. അവരൊക്കെ നോമ്പെടുക്കുന്ന സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ് അവര് നോമ്പെടുക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ. ആ കാലഘട്ടത്തില് പ്രവാചകനായിരുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബേ, തന്റെ ജനതയാണ് ജൂത വിഭാഗമായി കടന്നു വന്നിട്ടുള്ളതല്ലോ. എന്നാൽ ആ ജനതയതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തിനാണ് നിങ്ങൾ നോമ്പെടുക്കുന്നതെന്ന് മുത്തുനബി ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുകയാണ്, ഞങ്ങളുടെ പ്രവാചകനോ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകനോ അതാ ഫിർഔനിന്റെയും അവിടുത്തെ ശത്രുക്കളുടെയും അല്ലാഹുവേ പടച്ച റബ്ബേ കെണിയിൽ നിന്ന് അവരിൽ നിന്ന് രക്ഷപ്പെട്ട പവിത്രമായ പുണ്യമായ മാസമാണ് പവിത്രമായ മുഹറം 10 എന്ന് പറയുന്നത്. പുണ്യദിനമാണ് മുഹറം 10 എന്ന് പറയുന്നത്. അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ പരിശുദ്ധ ഈ ദിനത്തിൽ നോമ്പെടുക്കുന്നതെന്നോ അതാ അവിടുന്ന് ജൂത വിഭാഗം അവിടുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മൂസാ നബിയോട് നിങ്ങളല്ല ഏറ്റവും അടുത്തിട്ടുള്ളത്, അത് ഞങ്ങളാ. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ, വരുന്ന വർഷത്തിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ, വരാനിരിക്കുന്ന പടച്ച റബ്ബേ താസുആഇന്റെ ദിനത്തിലോ എന്ന് പറഞ്ഞ പരിശുദ്ധമായ മുഹറം 9 രാവിലെ ആ പവിത്രമായ ദിനത്തിൽ ഞാൻ നോമ്പെടുക്കുമെന്നോ, ആ പകലിൽ ഞാൻ നോമ്പെടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ജൂത വിഭാഗം ആളുകൾ മുഹറം 10 അന്ന് നോമ്പെടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നോമ്പെടുക്കുന്നത്? അവര് പറയാൻ, ഞങ്ങളെ കാലഘട്ടത്തിലേക്ക് കടന്നു വന്ന പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെയും അവിടെ ആ ശത്രുപക്ഷമായ ജനതയുടെയും മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് പരിശുദ്ധ മുഹറം 10 അന്ന്. അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുകയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് ജൂത വിഭാഗം പറയാം. അപ്പൊ അവരുമായിട്ട് സമമാകാതിരിക്കാൻ, അവരുമായിട്ട് സമമാകാതിരിക്കാൻ, ആ മുഹറം 10 ആ മതത്തിലുള്ള ആളുകൾ നോമ്പെടുക്കുന്നു, അതുപോലെ തന്നെ നമ്മളും ആകാതിരിക്കാൻ, അതിനോട് സമമാകാതിരിക്കാനാണ് പരിശുദ്ധമായ ഈ മുഹറം ദിനത്തിൽ പരിശുദ്ധ മുഹറത്തിന് 9 ഞാൻ നോമ്പെടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ. മുഹറം 9 അവരിൽ നിന്ന് സമമാകാതിരിക്കാൻ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 ഞാൻ നോമ്പെടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. മുഹറം 10 മുത്തുനബി നോമ്പ് എടുത്തിട്ട് നമുക്ക് കാണിച്ചു തന്നു. മുഹറം 10 മുത്തുനബിക്ക് സ്വഹാബത്തിന് നോമ്പെടുത്ത് കാണിച്ചു തന്നു. മുഹറം 9 നമ്മോട് നോമ്പെടുക്കാൻ കൽപ്പനയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, അവിടുത്തെ പ്രവർത്തനം, അതേപോലെ തന്നെ അവിടുത്തെ മൗനാനുവാദം, ഇതൊക്കെ സുന്നത്താണല്ലോ അല്ലെ? അപ്പൊ അതുപോലെ മുത്തുനബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളും ആ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 9 അന്ന് നമ്മൾ നോമ്പെടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ പുണ്യദിനത്തിന്റെ മഹത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.